നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ മേഘങ്ങൾ ശക്തമാകുന്ന വേളയിൽ ഇറാന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ യൂറോപ്പിൽ ചൂടുപിടിക്കുകയാണ്. ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ ഇറാനിയൻ പ്രവാസ നേതാവ് പഹ്ലവി നടത്തിയ കൂടിക്കാഴ്ചകളും ജർമ്മൻ മാധ്യമങ്ങളിൽ നൽകിയ അഭിമുഖങ്ങളും വലിയ രാഷ്ട്രീയ ശ്രദ്ധ നേടുകയാണ്. ജർമ്മനിയിലെ വാർത്താ ചാനലായ വെൽറ്റ് ടിവിയും അദ്ദേഹത്തിൻ്റെ സന്ദർശനവും നിലപാടുകളും പ്രധാന വാർത്തകളായി റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് മുൻപ് ഇറാൻ ഭരിച്ചിരുന്ന അവസാന ഷായായ മുഹമ്മദ് റസ പഹ്ലവിയുടെ മകനാണ് റസ പഹ്ലവി. അതിനുശേഷം രാജഭരണം അവസാനിക്കുകയും അയതുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് നിലവിൽ വരികയും ചെയ്തതോടെ പഹ്ലവി കുടുംബം വിദേശത്തേക്ക് നീങ്ങുകയായിരുന്നു. അതിനുശേഷം വർഷങ്ങളായി നിലവിലെ ഭരണകൂടത്തെ വിമർശിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രവാസ രാഷ്ട്രീയ ശബ്ദങ്ങളിൽ ഒരാളായി റസ പഹ്ലവി മാറി. ബെർലിനിലെ സന്ദർശനത്തിനിടെ വെൽറ്റ് TV അഭിമുഖത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത്. ഈ ഭരണകൂടത്തെ താഴെ ഇറക്കുവാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ അത് ഇപ്പോഴാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇറാനിൽ എന്താണ് നടക്കുന്നത്? വർഷങ്ങളായി ശക്തമായ സമ്മർദ്ദങ്ങൾ നേരിടുകയാണ്. യൂറോപ്പിൻ്റെ സൂക്ഷ്മ നിലപാട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് പലവട്ടം ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്പ് ഒരു വശത്ത് മനുഷ്യാവകാശ സമ്മർദ്ദം തുടരുകയും മറുവശത്ത് നയതന്ത്രവാദികൾ തുറന്നു വയ്ക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ റസ പഹ്ലവിക്ക് ബെർലിനിൽ ലഭിച്ച മാധ്യമ ശ്രദ്ധ ഇറാൻ്റെ ഭാവിയെക്കുറിച്ചുള്ള യൂറോപ്യൻ താൽപ്പര്യം വീണ്ടും ഉയർന്നുവെന്നതിന് തെളിവായി വിലയിരുത്തപ്പെടുന്നു. ജനങ്ങളുടെ മനസ്സിൽ എന്താണ്? ഇറാനിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ സ്വാതന്ത്ര്യം, തൊഴിലവസരം, ലോകവുമായി കൂടുതൽ തുറന്ന ബന്ധം, സാമൂഹിക പരിഷ്കാരം എന്നിവയ്ക്കുള്ള ആഗ്രഹം ശക്തമാണെന്നാണ് വിവിധ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ നിലവിലെ ഭരണകൂടത്തിന് പകരം എന്ത് സംവിധാനമാകണം എന്നതിൽ ഏകാഭിപ്രായമില്ല. മുന്നിലുള്ള വലിയ ചോദ്യം, ഇറാനിൽ യഥാർത്ഥ മാറ്റം ഉണ്ടാകുമോ? പ്രവാസ പ്രതിപക്ഷ ശക്തികൾ ഒന്നിക്കുമോ? യൂറോപ്പ് കൂടുതൽ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുമോ? അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും? ഇതിനുള്ള വ്യക്തമായ ഉത്തരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ടെഹ്റാനിലേക്ക് ലോകത്തിൻ്റെ കണ്ണുകൾ വീണ്ടും തിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത്.